ഹലോ, എന്താ മോളെ എടുക്കുന്നേ? ഒരുപാട് പണിയുണ്ടോ അമ്മ? ഒന്നും കഴിഞ്ഞിട്ടില്ല. നിനക്ക് എപ്പോ നോക്കിയാലും പണിയാണല്ലോ. ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. എന്നാ നീ ഇങ്ങോട്ട് വരുന്നേ? ഞാൻ ഇക്കനോട് ചോദിച്ചിട്ട് പറയാം. എന്നാ ശരി മോളെ. ഹലോ ഹലോ, ഞായറാഴ്ച ഞാൻ എൻ്റെ വീട്ടിൽ പോവാ. എന്ത് വർത്താനം ഷായന നീ പറയണേ? എടി 2 കൊല്ലം കഴിഞ്ഞല്ലേ ഞാൻ നാട്ടിൽ വരണേ. നിനക്ക് എന്നെ കാണാഗ്രഹമില്ലേ? ഞാൻ എന്തായാലും വീട്ടിൽ പോവും. എൻ്റെ ഉമ്മ അവിടെ ഒറ്റയ്ക്കാ. ഷായിന, എൻ്റെ ഉമ്മാൻ്റെ കൂടെ ഇത്തത്തെ വരെ നിൽക്കൂലേ? ഞാൻ വരണ അന്ന് ഞങ്ങൾക്ക് വീട്ടിൽ പോകണോ? നാട്ടുകാർ കളിയൊക്കെ ചിരിക്കും ഷായിന. ആൾക്കാർ എന്ത് പണി പറഞ്ഞോട്ടെ, എനിക്കൊരു പ്രശ്നവുമില്ല. ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം നിങ്ങളുടെ സ്വഭാവം കൊണ്ടാ. ഞാൻ നിന്നോട് എന്ത് കാര്യത്തെ ഷായിന? നിനക്ക് ജീവനത്തുല്യം സ്നേഹിച്ചതാണല്ലോ ഞാൻ ചെയ്ത തെറ്റ്. ജീവൻ തൊട്ട് സ്നേഹിക്കുന്നത് പോലും, എന്നിട്ടാണോ എന്നെ നിങ്ങൾ സംശയിക്കുന്നത്? കെട്ടിയ പെണ്ണിനോടൊന്നും പറയാൻ പാടില്ല എന്നാണോ? കുറേയായി ഞാൻ സഹിക്കുന്നു. ഇനി എനിക്കറിയണം, നിങ്ങൾക്ക് എന്നോടുള്ള ആത്മാർത്ഥ സ്നേഹം തന്നെയാണോ? ഇനി ശരിക്കും മനസ്സിലാക്കിയിരുന്നേൽ ഇങ്ങനെ ഒരിക്കലും സംശയിക്കില്ല. ഇങ്ങനെ സംശയം ഉണ്ടെങ്കിൽ പിന്നെ ജീവിതത്തിൽ സ്നേഹിക്കുന്നുണ്ട് പറയരുതിക്കാ. അങ്ങോട്ട് പോകേ തുടങ്ങും സംശയം. ഒന്ന് ഫോൺ ബിസിയായ പ്രശ്നം. എനിക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോകാനുള്ള അനുവാദം ഇല്ലേക്കാ. നീ ഏതായാലും ക്ഷമിക്ക് ഷായിന, ഞാൻ ഒന്ന് അങ്ങോട്ട് വരട്ടെ. കണ്ണിമ വെട്ടാതുള്ളൊരു നോട്ടം നെഞ്ചിലുടക്കിയതാണ്. ആ കണ്ണിലെ 2 വണ്ടുകളും തെളിനീരിൽ നീന്തുകയാണ്. കൺമണി നിൻമിഴി മിഴി മൊഴിയും പല മായകളാലേ മന്മഥനായി മണിമാളികയിൽ മഴ തേടി നടക്കുകയാണ്. നെഞ്ചിനകത്ത് നിലാവുകളായിരം ഒത്ത് തെളിഞ്ഞതുപോലെ ആ നെഞ്ചിലെ കുഞ്ഞു ഞരമ്പുകളാകെ പിടഞ്ഞു നിലച്ചതുപോലെ. പണി എന്തെങ്കിലും നോക്കണ്ടേ? നമുക്കല്ലേ ഇവിടെ തന്നെ നോക്കിക്കൊണ്ടിരിക്കല്ലേ? വെറുതെ ഒന്ന് കുറേ സമയം പോവാന്നല്ലാതെ ഗൾഫ് പോകണം കാര്യമില്ല. അവിടെ പോയാൽ 1-2 കൊല്ലം കഴിഞ്ഞിട്ട് ലീവ് കിട്ടുള്ളൂ. പ്രായം കൂടി വരുന്നു. പ്രായം കൂടി എനിക്ക് പണിയാവില്ല. ഇതേ തന്നെ. ഹലോ, സാറല്ലേ? എടാ, നാളെ ഞാൻ പോവാട്ടോ. എന്താ പെട്ടെന്ന് നാളെ വർക്ക് കുറച്ച് അർജന്റ്. എവിടുന്ന ഫ്ലൈറ്റ് ഒക്കെ? എവിടുന്ന ഫ്ലൈറ്റ് കാലിക്കറ്റുന്ന. കാലിക്കട്ടോ? The number you have dialed is currently busy. ഹലോ, നീ ആരെയും വിളിച്ചോണ്ടിരിക്കണേ? എപ്പോ നോക്കിയാലും നിന്റെ ഫോൺ ബിസി ആണല്ലോ. പറയടി. എത്ര സ്നേഹിച്ചിട്ടും എനിക്കിങ്ങനൊരു വിധിയാണല്ലോ എൻ്റെ അല്ലാഹ്.